എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇത് കണ്ടോ, എത്രയാ 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടു. മൈലാഞ്ചി അല്ല, മെഹന്തി. ഇത് നമ്മുടെ വരച്ചതൊന്നല്ലേ, നമ്മളിവിടെ ഓർക്കാട്ടേരി ചന്ത തുടങ്ങിയിട്ടുണ്ട്. ചന്ത ചന്തയിൽ പോയപ്പോൾ കുറേ നാളായിരിക്കും മൈലാഞ്ചി ഇടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അച്ചൂത്തി സോപ്പ് തട്ടിയാൽ പോവും. അപ്പോൾ രാവിലെ ആട്ടോ. അപ്പോൾ എല്ലാവരും ഇതിന് മോർണിംഗ് റൊട്ടീനൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ, ഈവനിങ് റൊട്ടീൻ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും തോന്നും മോർണിംഗ് റൊട്ടീൻ എല്ലാം ചെയ്യാ കൊള്ളാമെന്ന്. പക്ഷെ പകുതി വരെ ഷൂട്ട് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നല്ലേ, പകുതി വരെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രതീക്ഷാട്ടൻ ഇങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ ഫോണും കൊണ്ട് പ്രതീക്ഷാട്ടൻ പോകും. അപ്പോൾ അതവിടെ സ്റ്റോപ്പാവും. അപ്പോൾ ഇന്ന് പ്രതീക്ഷാട്ടൻ്റെ ലീവാണ്. അന്നേരം ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് റൊട്ടീൻ ഷൂട്ട് ചെയ്യാം, എങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മോർണിംഗ് റൊട്ടീനിലേക്ക് പോവാം. ധ്യാനൂസ് അത് എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചന്തയിൽ പോയപ്പോൾ ധ്യാനൂസിനൊരു വെടി വെക്കുന്ന തോക്കിന്റെ ഒരു പേന വാങ്ങി കൊടുത്തല്ലേ ധ്യാനൂസേ? തോക്കല്ലടാ, അത് പേനയാടാ. ഇതെങ്ങനെ തുറക്കുന്നേ നിനക്കറിയോ? എനിക്കറിയാതല്ലോ. അതൊക്കെ പൊട്ടിപ്പോൻ തോക്ക്. അതെല്ലാം കുത്തി പൊട്ടിച്ചാ? അതൊക്കെ പൊട്ടിയൊന്നല്ല. നമുക്ക് നേരെ ചായ ഉണ്ടാക്കി അടുക്കളയിൽ പോകണ്ട. പൊട്ടിയതൊന്നല്ലാതെ പിന്നെ ഞാൻ ഇങ്ങനെ തുറന്നിട്ട് എഴുതാൻ നോക്കില്ല. എൻ്റെ ഒന്ന് സാധനം ഉണ്ട്, അത് തുറന്നപ്പോ അത് ഏതെങ്കിലും ഞാൻ റെഡി വച്ച് പിന്നെ അത് ഞാൻ ഇന്നലെ ഇത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ മാവ് ദോശക്കുള്ള. പൊടിച്ചു ഞാൻ വിചാരിച്ചു പുളിക്കൂലായിരിക്കുന്നത്. കാരണം 10 മണി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങല്ലേ ഇരിക്കുന്നു. ഗൈസ്, ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നില്ലേ ഇപ്പൊ സമാധാനത്തോടെ ആക്കുന്ന എന്താന്നറിയോ, ധ്യാനത്തിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലേലൊരു ഓട്ടമായിരിക്കും. ഓട്ടവും ചാട്ടവും, പല്ലിയക്കട, ബാത്റൂമിൽ പോടാ, ചായ കുടിക്കടാ, തിങ്കൾ മുതൽ വെള്ളി വരെ. എൻ്റെ അമ്മോ, എല്ലാ മോർണിംഗും ഭയങ്കര. ഇപ്പം ചായ ഒന്നും കുടിക്കുന്നതിന് കുഴപ്പമില്ല, ബാത്റൂമിൽ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാ. ഇങ്ങനെ പുറകെ നടന്ന് ചെയ്യിക്കണം. അപ്പം അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ബ്രഷ് കൊടുത്താലും കുറച്ച് സമയം പോയാലും കുഴപ്പമില്ലല്ലോ. പ്രജീഷേട്ടൻ രാവിലെ എന്താ പരിപാടി? ഞാൻ ഇന്ന് ലീവായോണ്ട് കുറച്ച് ചെടികളെ സംരക്ഷിക്കാന്ന് വിചാരിച്ചു. കളകൾ പറിക്കുക, ആണെന്ന് നടക്കുമ്പോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് നനകുന്നായിരുന്നേ. അപ്പുറത്തെ വീട്ടില് നനവ് നടക്കുമ്പോ ടോസ് പൊട്ടിനെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നു കേട്ടോ. അടിപൊളി പൂണ്ടായിരുന്നു. എപ്പോ ആണോ? നമ്മള് ചെല്ലുമ്പോ ഉദ്ഘാടനത്തിന്റെ പരിപാടി അല്ലായിരുന്നോ? പ്രസീത അവര് 9 മണി. അപ്പൊ നമ്മുടെ ഇത് വെന്തിട്ടുണ്ടേ. മസാല ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഇത് പറ്റിക്കൽ ചാട്ടോ. ആകെ ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും ഉള്ളി പിന്നെ പച്ചമുളക്, അത്രയും. ബീറ്റ്റൂട്ട് ഇട്ടില്ല. ഇതുണ്ടോ നിങ്ങൾ വിചാരിച്ച അത്രയും എടുത്തിട്ട് എന്താ തീരുവോത? അത്രേ ഉള്ളൂ. ഞാനത് പറഞ്ഞുകൊണ്ട് 2 ഞാൻ ഇട്ടില്ല. അധികമായി പോയാലോ എന്നോട് കുരിശേ കയറ്റുമല്ലോ എന്ന് വിചാരിച്ചു. ഇത് കടുക് പൊട്ടിക്കട്ടെ കേട്ടോ. വെച്ചിട്ടുണ്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു.
അയ്യോ എണ്ണ വെച്ചാണ്ട് അല്ല വെള്ളം വെച്ചാണ്ട് എണ്ണ വെച്ചിട്ട് വെള്ളം കടുകും കൂടി പൊട്ടിത്തെറിക്കുമ്പോഴുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ എനിക്ക് പേടിയാ മുഖത്തായിരിക്കും ഉണ്ടാവുക. ഞാൻ മുളക് പൊടിയല്ല ഇട്ടതാണ്. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഞാൻ പറഞ്ഞില്ലേ പൊട്ടിക്കളിക്കാതാ ഇതാ ഇതാ തിന്നാക്കാം. ഓ മൈ ഗോഡ്, വെളുത്തുള്ളി ഉള്ളി എടുക്കാന്ന് വിചാരിച്ച മറന്നുപോയി. വീഡിയോ എടുക്കുന്നതിലായതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. സാരമില്ല അല്ലേ. സൈഡില് ഇഞ്ചിയും വെളുത്തുള്ളി പാത്രത്തിന്റെ സൈഡിൽ വെക്കാം. എന്താ ഉപ്പുണ്ടോ? ഇല്ല, തീരെ ഇല്ല. ഇത് സ്പൂണെല്ലാം ഉണ്ട്. ധ്യാനൂസ് ഉള്ളോടത്തോളം ഒരു സാധനം കാണില്ല. എല്ലാത്തിന്റെ സ്പൂണും തവിയും എല്ലാം എടുത്തിട്ട് കൊടുക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ മുളക് പൊടിയെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാനൊന്നും ഇടാത്തത്. ഇടയിൽ ഒന്നുകൂടി സെറ്റ് ആകാണെങ്കിൽ നമ്മൾ ഈ വെന്തില്ലേ, വെന്ത വെള്ളം ഒഴിച്ച് കലക്കി ഇച്ചിരി ഒഴിച്ചെടുക്കും. എന്നിട്ട് ഒന്നും കൂടി ഇരുന്ന് സെറ്റ് ആകുമ്പോ ഒന്ന് കുറുകി കുഴഞ്ഞു വരും. ഇച്ചിരി അധികമായിരുന്നു. നമ്മുടെ മസാലേന്റെ കഴിവ് റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ. നല്ല ചെറുതാക്കി ചുരുങ്ങും. മൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതാ ദോശയും നമ്മുടെ മസാല കൂട്ടും കൂടി കഴിക്കുന്നുണ്ട്. കല്ലുമ്മക്കായിന്റെ കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അതും കൂടി കഴിക്കണം. ഇവിടെ അതാ അവര് ചായ കുടിക്കുന്നു. ധ്യാനസ് കഴിക്കുന്നില്ലേ, അവന് ശ്വാസം മുട്ടുള്ളതുണ്ട്. ഉള്ളിൽ നല്ല പ്രയാസമുണ്ട്, ചുമയല്ല ഉണ്ട്. അവന് അതൊന്ന് മാറി വരണം കഴിക്കണമെങ്കിൽ. നല്ലോണം നക്കുന്നുണ്ട്. അത് ഞാനല്ലേ പറയട്ടെ. അപ്പൊ ഞാൻ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ഇവിടെ കഴിഞ്ഞിട്ടോ. മോർണിംഗ് റൂട്ടീൻ ആയതുകൊണ്ട് തന്നെ മോർണിംഗിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഇന്ന് ധ്യാനം സ്കൂളിലൊന്നും പോവാത്തോണ്ടാണ് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ആ കിറങ്ങി നടക്കുന്നുണ്ട് ഇതിലെ. അപ്പൊ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി എല്ലാം കഴുകി വൃത്തിയാക്കാൻ അവിടെ തന്നെ ഉണ്ട്, എല്ലാം ചെയ്യണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയെല്ലാം നോക്കണം. അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ്, എങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ്, അത് മോർണിംഗ് റുട്ടീൻ, ഇങ്ങനത്തെ ഓരോരോ വീഡിയോ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലേയും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കാണുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ.